എനിക്കൊന്നും പറയാൻ പോലും പറ്റില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സജസ്റ്റഡ് ഗെയിം ആണ് അല്ലെ. അത് ഞങ്ങളുടെ കസിനാണ്, സാറമോളുടെ ട്യൂഷൻ ടീച്ചറായിരുന്നു റിൻസി. അപ്പൊ താങ്ക് യു ഡിയർ. റിൻസി സജസ്റ്റ് ചെയ്തൊരു ഗെയിമാണ്, അതായത് മലയാളം മാത്രം സംസാരിക്കണമെന്ന്. അപ്പൊ ഇത് കൊറേ കാര്യങ്ങൾ നമ്മൾ എല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്. അത് ഞാനാ എഴുതിയേക്കുന്നത്. അപ്പൊ അത് കിട്ടുന്നവര് അതിനെപ്പറ്റി 1 മിനിറ്റില് മലയാളം മാത്രം അല്ലെ. 1 മിനിറ്റ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യും, എന്നിട്ട് മലയാളം മാത്രം. അപ്പം സെലക്ട് ചെയ്ത് കിട്ടുന്ന ആൾക്കാര് 1 മിനിറ്റ് ആ സബ്ജക്റ്റിനെ സംസാരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഇംഗ്ലീഷ് വന്നാൽ അവർ ഔട്ടാവും. ഇംഗ്ലീഷ് വന്നാൽ ഔട്ടാവും. എമ്മിക്കുട്ടനി മലയാളത്തിൽ സംസാരിക്കൂലേ? മലയാളം ഇംഗ്ലീഷ് ഇല്ലാത്ത അവസ്ഥയാണ്. മലയാളം ഇംഗ്ലീഷ് ഇല്ലാത്ത അവസ്ഥയാണ്. നമുക്കങ്ങനെ സ്പീഡിൽ പറയാനൊന്നുമില്ല, പതുക്കെ പറയാം. അങ്ങനെയൊന്നും അല്ല കൂട്ടാ. ചിലപ്പോ എമ്മിക്കുട്ടിയായിരിക്കും ജയിക്കുന്ന, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ വായിന്ന് ചിലപ്പോ അറിയാണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഇംഗ്ലീഷ് വന്നെന്ന് വരും, അറിയാതെ വരും അല്ലേ. ഈ ചാനലിനെ കുറിച്ച് ഈ ചാനലിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഓർമ്മ എന്താണെന്നറിയാമോ? പണ്ട് റേഡിയോയിൽ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, 1 നിമിഷം മാത്രം. 1 നിമിഷം മാത്രം. ഒറ്റ മിനിറ്റ്. നമ്മുടെ ഒറ്റ മിനിറ്റിൽ മലയാളം സംസാരിക്കുന്നത്. 1 നിമിഷം മറ്റത് മലയാളം മാത്രം. അതിനകത്താണ് ഈ അശ്വമേധമൊക്കെ നടത്തുന്ന ഒരു ആളുണ്ടല്ല, പ്രദീപ. അദ്ദേഹം വന്നത് ജിയൻ പ്രദീപ് അല്ലേ. പ്രദീപ് സാറൊക്കെ വന്നത് അതിനകത്താണ്. SN കോളേജിലെ ചെമ്പഴന്തി SN കോളേജിലെ പ്രദീപ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം എടുക്കട്ടെ. ഇത്ര ഉണ്ടല്ലേ? 5 കുലിക്കേട്ടൊക്കെ എടുക്കാം. ഞാൻ കുളിക്കട്ടെ. അമ്മയല്ലേ എടുക്കണ്ട? ശരി, കുലിക്ക്. താഴത്തോട്ടിട്. വേണ്ട, താഴത്തോട്ടിട്ടോ. അങ്ങനെയല്ല, ഇങ്ങനെ ചെതറിച്ച് വരത്തില്ല. അല്ല, ഇങ്ങനെ എടുക്കണ ആളെടുക്കാൻ നീ. എന്താണ് എനിക്ക് കിട്ടിയേക്കുന്നത്? അച്ഛനും അമ്മയും. അത് എമ്മീനെ ഉദ്ദേശിച്ചിട്ടതായിരുന്നു. ശരി, അപ്പൊ ഞാൻ തുടങ്ങട്ടെ. ടൈമർ ഞാൻ വെക്കണ്ടേ? ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടേ, ഞാൻ എടുത്തുതരാം. 3, 2, 1. അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ്. അച്ഛനും അമ്മയ്ക്കും ഒരു മനോഹരമായ കുടുംബത്തെ വാർത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ, ഒരിക്കലും കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ല പിന്തുടരുന്നത്. അവർ പിന്തുടരുന്നത് ഒരു അച്ഛനും അമ്മയും എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അതല്ലെങ്കിൽ അവരെന്താണോ ചെയ്യുന്നത് അത് നോക്കി കണ്ടുപഠിക്കുകയാണ്. അപ്പോൾ നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നല്ലൊരു കുടുംബം ഉണ്ടാവും, നല്ല കുഞ്ഞുങ്ങളായിരിക്കും, നല്ലൊരു തലമുറ വരും. അങ്ങനെ മൊത്തത്തില് നല്ല ഒരു ഇതായിരിക്കും നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറ ശരിക്കും ശ്രദ്ധിക്കണം. തങ്ങളുടെ കുഞ്ഞുമക്കളെ വളരെ ശ്രദ്ധയോടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചും വളർത്തിക്കൊണ്ട് വരാനായിട്ട്. അതൊക്കെയാണ് എനിക്ക് അച്ഛനും അമ്മയും എന്നുള്ള വിഷയത്തിൽ പറയാനുള്ളത്. എനിക്ക് നല്ല കിട്ടിട്ടാ. താങ്ക് യു. ഇനി ഒന്നുകൂടെ കുലുക്കിട്ട് അടുത്താക്കി കൊടുക്കാം അല്ലേ? ഇത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു കേട്ടാ. ഓ, ഞാൻ തന്നെ അത്ര കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല അല്ലേ. സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയാമോ മലയാളം? സ്കൂളിന്റെ മലയാളം എന്താ? വിദ്യാലയം. പള്ളിക്കൂടം. സ്കൂൾ എന്ന് വെച്ചാൽ വിദ്യാലയം. ഓക്കെ, ടൈം വെച്ചോട്ടെ. വെക്കട്ടെ സമയം? എന്റെ കൊച്ചു വിദ്യാലയത്തെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. വേണ്ട, പറഞ്ഞോ. സ്കൂളിൽ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് സെറ്റ് ചെയ്യട്ടെ. വിദ്യാലയം എന്ന് വെച്ചാൽ നമ്മൾക്ക് ബുദ്ധിയും കഴിവും എല്ലാം പഠിക്കാനുള്ളതിനെ കുറിച്ചും എല്ലാം പഠിക്കാനുള്ള ഒരു സ്ഥലമാണ്. വിദ്യാലയം എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാം അറിഞ്ഞും
എല്ലാം പഠിക്കാനുള്ളതാണ് വിദ്യാലയം. വിദ്യാലയം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തലമാണ് വിദ്യാലയം. വിദ്യാലയം നമ്മൾക്ക് എല്ലാം നന്നായി പഠിപ്പിച്ചു തരും. പാല് കിട്ടും സ്കൂളിൽ വിദ്യാലയം എന്ന് വെച്ചാൽ നമ്മൾക്ക് നിറയെ കൂട്ടുകാരെ കിട്ടും. വിദ്യാലയം എന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ ടീച്ചേഴ്സിന്റെ എന്റെ മോള് നല്ല മിടുക്കിയാണ്. 2 സെക്കൻഡ് അടിപൊളി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ചക്കര അത് സാറില്ല തോറ്റുപോയില്ല. ഇത്രയും പറഞ്ഞില്ലേ? ചിലപ്പോ റബേക്ക ഇതിൽ മുമ്പ് തന്നെ ഔട്ട് ചെയ്യും. ഞാനും റബേക്കൊന്നും ഔട്ടായില്ല. ഔട്ടായില്ല. ഇതിനകത്ത് ഔട്ടില്ല. ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞില്ലേ അമ്മിക്കുട്ടൻ? സൂപ്പറായിട്ട്. പോണ്ട ഈ റബേക്ക മോള് എടുത്തോ. എടുക്കട്ടെ. എടുക്ക്. ശരി, അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ ക്യാമറയിലെ പൊസിഷൻ. യാത്ര ഇനി ഇതിനൊക്കെ അടിക്കാം കേട്ടാ. വെയിറ്റ്. ഓക്കെ അല്ലേ? യാത്ര അല്ലേ? യാത്ര. തുടങ്ങരുത്. 1 2 3. യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു എനിക്ക് കിട്ടാനുള്ള യാത്ര. പറയൂ വേറെ സമയം. ഞങ്ങള് പോയത് പറയാമോ? ഒരു മിനിറ്റ്. ഒന്നും കൂടെ ഞങ്ങൾ ഒരു യാത്ര പോയി. അത് മൂന്നാറിലോട്ടായിരുന്നു. ഡിൻസാൻഡി, ബൈജുങ്കൾ, അയ്യോ ഡിൻസി ആന്റി പറയാൻ പോലെ ഡിൻസി അമ്മായി, ബൈജു അമ്മാവൻ, ആന്റി അങ്കിളുള്ളതിന് അമ്മാവൻ അമ്മായി എന്നൊക്കെ. അയ്യോ ഞാൻ പോയി. അതെന്തായാലും പറ, ഒരു സെന്റൻസ് കൂടെ പറ. ഒരെണ്ണം കൂടെ പറയാം. ഓക്കെ. അപ്പൊ ഏറ്റവും ഒരു ചെറിയൊരു പോയിന്റിൽ ഒരു കുട്ടിക്ക് കുറവ് വന്നൊക്കെയാണ്. അടുത്ത ആള്. ഓക്കെ, അല്ല അമ്മ ആയിക്കോട്ടെ. എടുത്തിട്ടില്ല. റബേക്കൊക്കെ അറിയാലോ. റബേക്ക ഓണാക്കും. എടുത്തോ. എന്താണ് വിഷയം? വീട്. അടിപൊളി. സംസാരിക്കും. വീടിനെ കുറിച്ച് സംസാരിക്കും. ഒരു മിനിറ്റ് ഞാൻ എടുത്തുതരാം. അപ്പൊ കിട്ടിയിരിക്കുന്നത് നല്ലൊരു വിഷയാട്ടാ. നല്ല അടിപൊളി ഒരു വിഷയമാണ് കിട്ടിയിരിക്കുന്നത്. വീടിനെ കുറിച്ച് സെറ്റ് ആവട്ടെ. പിള്ളേര് പറയുന്ന പോലെ ഇരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഞാൻ അങ്ങനെയല്ലേ സംസാരിച്ചത്. എന്റെ വീട്ടില് എന്റെ മാതാവ് അല്ല അമ്മ എന്റെ അച്ഛൻ, എന്റെ 2 അനിയത്തിമാര്, ഞാനും അടങ്ങുന്നതാണ് എന്റെ വീട്. ഞാനായിരിക്കുന്നതും എന്നെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളതും എന്റെ വീട്ടിലുള്ള എന്റെ വീട്ടുകാരാണ്. കംപ്ലീറ്റ് ചെയ്തില്ല. ഇനി പറയാൻ പോലെ ഔട്ടായി. നിങ്ങൾ ചെറുതായി കൊണ്ട് സമയം തന്നാണ്. ഇല്ല, കംപ്ലീറ്റ് ചെയ്തില്ലത്. നല്ലതായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ക്യാമറമാനെ കൂടി ഉൾപ്പെടുത്താം അല്ലേ? പറയാവുന്നതാണ്. ഇല്ല, തീർന്നു. നമ്മള് വലിയവർക്ക് ഇത്രേ ഉള്ളൂ. തെറ്റിച്ചാ തീർന്നു. സെറ്റ് അല്ലേ? മലയാളം മാത്രം 1 മിനിറ്റ് എടുത്തു കഴിഞ്ഞ് റെഡി ആവുമ്പോ പറയണം. നമ്മൾ ടൈമർ ഓൺ ആക്കും. സിനിമ തന്നെ ഇംഗ്ലീഷാണ്. ചലച്ചിത്രം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട്. ചലച്ചിത്രം എന്ന് പറയുമ്പോൾ എനിക്ക് പോകാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു മേഖലയാണ് ചലച്ചിത്ര മേഖല. കാരണം അവിടെ എനിക്ക് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ചലച്ചിത്രമാണ്. ചലച്ചിത്രം നിർമ്മിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്നാൽ കഴിയുന്ന പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഓ ഇത്രയൊക്കെ മലയാളം ചലച്ചിത്ര മേഖലയിലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ് ബ്ലസ്സി. ബ്ലസ്സിയുടെ സിനിമകൾ എനിക്ക് പൊളിച്ച് കഴിഞ്ഞ സമയമായി. അല്ല ആയില്ല ഇവിടെ വെച്ചല്ലേ ഇവിടെ നിന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വിട്ടുപോയത്. അവസാനല്ലേ ഉണ്ടായിരുന്നു സമയം ഉണ്ടായിരുന്നു. അവസാനം പോയി. ഒരു 3/4 മിനിറ്റോളം സംസാരിച്ചിട്ടാ 3/4 മിനിറ്റോളം സംസാരിച്ച്. ഞാൻ പോയെന്നേ മൊത്തം. അപ്പൊ ഞങ്ങൾ ഈ ഒരു ഗെയിമിൽ ഒരു വാക്ക് പോലും മലയാളം പറയാതിരുന്നത് ആരാണ്? മലയാളം പറയുന്നത് അല്ല ഇംഗ്ലീഷ് ആരാണ്? ഞാനായിരുന്നല്ലേ? ഞാൻ തന്നെയായിരുന്നു. പക്ഷെ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് എമ്മിക്കുട്ടിയും ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഏറ്റവും അറ്റത്ത് വന്നപ്പോ മാത്രം 2 സെക്കൻഡ് ഉള്ളപ്പോഴാണ് ടീച്ചർ മാത്രം. പക്ഷെ അവള് നല്ല ഗുരു എന്ന് പറയാമായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. കണ്ടോ ഞങ്ങളുടെ കൊച്ച്. കൺഗ്രാറ്റുലേഷൻസ് എമ്മി. അമ്മയല്ല ശരിക്കും പറഞ്ഞാൽ എമ്മിയാണ് വിജയിച്ചത്. നമ്മൾ വിചാരിച്ചില്ല. ബാക്കി എല്ലാവരും ഔട്ടായി ഗൈസ്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അല്ലെ ഗെയിംസ് ഇന്ന് ചെയ്യൂന്നൊക്കെ പറഞ്ഞ സജഷൻ ഉണ്ടെങ്കിൽ പറയണം. നമുക്കത് ചെയ്യാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. കമന്റ്സ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ എമ്മിക്കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യണം. അതെ കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്യണം. നമ്മുടെ ലൈക്ക് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ. അതെ, അത് നമ്മളിപ്പോ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. താങ്ക് യു സോ മച്ച്. 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരുപാട് സന്തോഷം, ഒത്തിരി നന്ദി. അപ്പൊ ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ടും ഗെയിംസ് ആയിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം നാളെ കാണാൻ അടുത്ത വീഡിയോ ആയിട്ട്. അതുവരേക്കും